കഴിഞ്ഞ വീഡിയോയിൽ പകുതി വെച്ച് നിർത്തിയോണ്ട് അതിന്റെ ബാക്കി കേൾക്കണ്ടേ. അങ്ങനെ വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ചെറിയൊരു തൂക്കുപാലൊക്കെ കണ്ട് ജസ്റ്റ് അവിടെ ഒക്കെ ഇറങ്ങി ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് പിന്നെയും ചുരം കയറാൻ തുടങ്ങി. പിന്നെ വയനാട്ടിലെ ചുരത്തിന്റെ കാര്യമൊന്നും പറയണ്ട. പോയപ്പോഴും അത്യാവശ്യം ബ്ലോക്ക് കിട്ടി, തിരിച്ചു വന്നപ്പോഴും അതിലേറെ ബ്ലോക്കും കിട്ടി. അങ്ങനെ എല്ലാ ബ്ലോക്കും താണ്ടി നമ്മൾ വയനാട്ടിലെത്തി. അവിടെ ഫസ്റ്റ് പോയത് നമ്മൾ പൂക്കോട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താ. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ പൂക്കോട്ടിലേക്ക്. കൊച്ചി ഹായ് ഗൈസ്, ഇതിൽ നമുക്ക് വെള്ളം കുടിക്കാം. കൊള്ളാല്ലേ? കമ്പ് വരെ പോകാൻ പറ്റുള്ളൂ അല്ലേ ബോട്ടിങ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മുടെ ഒന്ന് വേഗം ഇറങ്ങി 2 മണിയാകുമ്പോൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. അതിന് മുന്നേ നമുക്ക് നമ്മുടെ വിശപ്പടക്കണ്ടേ. അതുകൊണ്ട് നല്ല മന്തിയൊക്കെ കിട്ടുന്ന സ്പോട്ടൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നേരെ റയാനിയിൽ അവിടെ ഫുഡ് കഴിച്ചിറങ്ങി നേരെ റിസോർട്ടിലേക്ക്. പിന്നെ റിസോർട്ടിൽ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ഒരു പോസ്റ്റ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നേരെ ഡാം കാണാൻ പോയി. പിന്നെ ഡാമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നും കയറാം. പിന്നെ അവരുടെ ഒരു ബസ് സർവീസും കൂടെ ഉണ്ട്. നമ്മൾ അതിൽ ബസ്സാണ് ചൂസ് ചെയ്തത്. അവർ അതിന് 25 റുപ്പീസാണ് പെർ ഹെഡിന് ചാർജ് ചെയ്യുന്നത്. അത് നമുക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഒരൊറ്റ ടിക്കറ്റ് മതി. പിന്നെ നമ്മൾ അവിടെ എത്തിയ സമയം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് കയറാൻ പറ്റി. അതുകൊണ്ട് അവിടെ കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നത് ഒന്ന് അങ്ങോട്ടാടി ഇങ്ങോട്ടാടി നമ്മൾ നേരെ തിരിച്ചു പോകുന്നു. ഉച്ചക്ക് നല്ലൊരു സദ്യയും കഴിച്ചു. ഇപ്പൊ ഇൻസ്റ്റ തുറന്നാൽ ഫുള്ള് സൂര്യകാന്തി. പിന്നെ ഓണായതുകൊണ്ട് ഓണത്തിന്റെ പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വീഡിയോസ് കണ്ട് കണ്ട് തലക്ക് ഭ്രാന്തായി. പിന്നെ ആ ഭ്രാന്തൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പോയി ഒന്ന് കാണും. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം ബന്ദിപ്പൂർ കാട്ടിലൂടെയുള്ള ഒരു യാത്ര. എനിക്ക് ഭയങ്കര ഇഷ്ടം കാട്ടിലൂടെ ഉള്ള യാത്ര. ഒരാനെങ്കിലും കാണണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എഴുതി. പിന്നെ മാനക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ മാനിന്റെ ഒരു പൊടി പോലും കാണാനില്ല. ആനനെയാണെങ്കിലും 3 എണ്ണത്തിനെയും കണ്ട്, പിന്നെ ഒരു കാട്ടുപന്നിനെയും കൂടെ കണ്ടു. പിന്നെ ഗുണ്ടൽപേട്ടിലാണെങ്കിൽ നമ്മ എത്തിയപ്പോൾ സൂര്യകാന്തിയുടെ ആയ ഒരു ഇതൊക്കെ കഴിഞ്ഞു. സൂര്യകാന്തി തീരെ ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ചുള്ളൊരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഒരു കരിക്കൊക്കെ കുടിച്ച് തിരിച്ചു പോകും. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി അത്യാവശ്യം വയറൊക്കെ ഫില്ല് ചെയ്തിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ഇനി നമുക്കൊരു 8ന്റെ പണി വരുന്നുണ്ട്. നമ്മൾ മാപ്പിട്ട് നോക്കിയപ്പോൾ ചുരത്തിൽ നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. ഒരു ചെയിൻ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ ഒരേ നിപ്പായിരുന്നു. നമ്മ നിൽക്കുന്ന 9ാമത്തെ വളവ് തൊട്ട് ഏറ്റവും താഴെ വരെ ബ്ലോക്ക് ഉണ്ട്. പിന്നെ ഒരു 2-2.5 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മ അതൊക്കെ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.